ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മോളിവുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഒരു മലയാളം മൂവിയാണ് മൃദുഭാവേ ദൃഢകൃത്യേ. സൂരജ് സൺ, ദിനേശ് പണിക്കർ, സുരേഷ് കൃഷ്ണ, അനിൽ ആൻഡോ, സീമാജി നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാജോൺ കാരിയൽ സംവിധാനം ചെയ്തൊരു ത്രില്ലർ മൂവിയാണ് മൃദുഭാവേ ദൃഢകൃത്യേ. 2024 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് മനോരമ മാക്സ് ആണ്. അടുത്തന്നെ റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഇംഗ്ലീഷ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5. ഒരു അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ഹൊറർ ഡ്രാമ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ്. 3 പാർട്സ് ആയിട്ടാണ് സ്ട്രേഞ്ചർ തിങ്സ് സീസൺ 5 നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് വോളിയം നവംബർ 27-നും സെക്കൻഡ് വോളിയം ഡിസംബർ 26-നും ഫൈനൽ എപ്പിസോഡ് 2026 ജനുവരി 1-നുമാണ് OTTയിൽ റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു തമിഴ് മൂവിയാണ് യോളോ. ദേവ് കെ ആൻഡ് ദേവിക സതീഷ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സാം സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഫിലിമാണ് യോളോ. സിംപ്ലി സൗത്തിലൂടെ നവംബർ 14 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം സീരീസാണ് കപ്ലിംഗ്. സർജാനോ ഖാലിദ്, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ പ്രമോദ് മോഹൻ സംവിധാനം ചെയ്തൊരു റൊമാൻറ്റിക് വെബ് സീരീസ് ആണ് കപ്ലിംഗ്. മനോരമ മാക്സിലൂടെ നവംബർ 14 മുതൽ ഈ സീരീസ് റിലീസ് ചെയ്യും. ഇതൊരു മലയാളം മൂവിയാണ് സംഘർഷഘടന. വിഷ്ണു അഗസ്ത്യ, ശ്രീനാഥ് ബാബു എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കൃഷാന്ത് RK സംവിധാനം ചെയ്തൊരു ക്രൈം ഡ്രാമ മൂവിയാണ് സംഘർഷഘടന. സൺനെക്സ്റ്റിലൂടെ നവംബർ 14 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തതൊരു വെബ് സീരീസ് ആണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. ഷാജു ശ്രീധർ, ജയൻ ചേർത്തല, ശ്രീജിത്ത് രവി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സൈജു SS സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി വെബ് സീരീസ് ആണ് ഇൻസ്പെക്ഷൻ ബംഗ്ലാവ്. നവംബർ 14 മുതൽ C5-ലൂടെ ഈ സീരീസ് റിലീസ് ചെയ്യും. അടുത്തത് ഒരു മലയാളം മൂവിയാണ് പാതിരാത്രി. സൗബിൻ ഷാഹിർ, നവ്യ നായർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രത്തീന രചന സംവിധാനം നിർവഹിച്ചൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് പാതിരാത്രി. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ അല്ലെങ്കിൽ മനോരമ മാക്സ് സ്വന്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മൂവി നവംബർ മാസം പകുതിയോടെ OTTയിൽ റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകളുണ്ട്. അടുത്ത മൂവി ബാന്ദ്ര. ഉദയകൃഷ്ണ രചനയിൽ അരുൺ ഗോപി സംവിധാനം ചെയ്ത് ദിലീപ്, തമന്ന ഭാട്ടിയ എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ബാന്ദ്ര. 2023 റിലീസായ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. നവംബർ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു ഹിന്ദി മൂവിയാണ് ദ ബംഗാൾ ഫയൽസ്. വിവേക് അഗ്നിഹോത്രി രചന സംവിധാനം നിർവഹിച്ചൊരു ഹിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബംഗാൾ ഫയൽസ്. C5 ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 21 മുതൽ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. ഇതൊരു ഇംഗ്ലീഷ് മൂവിയാണ് പ്രിമിറ്റീവ് വാർ. ഒരു ഓസ്ട്രേലിയൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഹൊറർ ചിത്രമാണ് പ്രിമിറ്റീവ് വാർ. ലാൻഡ്സ്കേപ്പ് പ്ലേയിലൂടെ നവംബർ 28 മുതൽ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ലഭ്യമാകും. അടുത്തതൊരു ഹിന്ദി മൂവിയാണ് തമ്മ. ആദിത്യ സർക്കാർ സംവിധാനം ചെയ്ത ഒരു റൊമാൻറ്റിക് കോമഡി ഹൊറർ മൂവിയാണ് തമ്മ. മാഡോക് ഹൊറർ കോമഡി യൂണിവേഴ്സിലെ 5ാം ചിത്രമാണ് തമ്മ. ആയുഷ്മാൻ ഖുറാന, രശ്മിക മന്ദാന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഡിസംബർ 16 മുതൽ റെന്റ് ഓപ്ഷനിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. ഇതൊരു തമിഴ് മൂവിയാണ് ബൈസൺ കാലമാട്. ധ്രുവ് വിക്രം, പശുപതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാരി ശെൽവരാജ് രചനയും സംവിധാനം നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ബൈസൺ കാലമാടൻ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ 14 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി സീരീസ് ആണ് ദി ഫാമിലി മാൻ സീസൺ 3. മനോജ് ബാജ്പേയി, പ്രിയാമണി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രാജ് DK രചനയും സംവിധാനവും നിർവഹിച്ചൊരു ആക്ഷൻ ത്രില്ലർ സീരീസ് ആണ് ഫാമിലി മാൻ സീസൺ 3. സീസൺ 2 റിലീസിന് ശേഷം പ്രേക്ഷകരുടെ നീണ്ട വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് സീസൺ 3 റിലീസിനെത്തുന്നത്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ നവംബർ 21 മുതൽ ഈ സീരീസ് OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് ആനിമേറ്റഡ് മൂവിയാണ് ഇൻ യുവർ ഡ്രീംസ്. ഒരു അമേരിക്കൻ ആനിമേറ്റഡ് അഡ്വഞ്ചർ ഫാന്റസി കോമഡി ചിത്രമാണ് ഇൻ യുവർ ഡ്രീംസ്. നവംബർ 14 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഈ മൂവി OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി മൂവിയാണ് ജോളി LLB 3. അക്ഷയ് കപൂറിനെ കേന്ദ്ര കഥാപാത്രമാക്കി സുഭാഷ് കപൂർ സംവിധാനം ചെയ്തൊരു ലീഗൽ കോമഡി ഡ്രാമ ഫിലിമാണ് ജോളി LLB. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം നവംബർ 14 നെറ്റ്ഫ്ലിക്സിലൂടെയും ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു വെബ് സീരീസ് ആണ് ഡൽഹി ക്രൈം സീസൺ 3. ഡൽഹി ക്രൈമിന്റെ സീസൺ 1, 2 എന്നിവ വൻ വിജയമായിരുന്നു. അതിനെ തുടർന്നാണ് 3ാമത്തെ സീസണും എത്തുന്നത്. നെറ്റ്ഫ്ലിക്സിലൂടെ നവംബർ 13 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് എ ക്വയറ്റ് പ്ലേസ് ഡേ 1. മൈക്കിൾ സർനോസ്കി സംവിധാനം ചെയ്തൊരു അമേരിക്കൻ ഹൊറർ ചിത്രമാണ് എ ക്വയറ്റ് പ്ലേസ് ഡേ 1. നവംബർ 14 മുതൽ ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ ലഭ്യമാകും. അടുത്തതൊരു കന്നഡ മൂവിയാണ് യുവരാജ് കുമാർ, സഞ്ജന ആനന്ദ് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രോഹിത് പടക്കി സംവിധാനം ചെയ്തൊരു ആക്ഷൻ ഡ്രാമ ചിത്രമാണ് എക്ക. സൺനെക്സ്റ്റിലൂടെ നവംബർ 13 OTTയിൽ റിലീസ് ചെയ്യും. അടുത്തൊരു മലയാളം മൂവിയാണ് ബാൾട്ടി.
ഷെയ്ം നിഗത്തിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഉണ്ണി ശിവലിംഗം രചനയും സംവിധാനവും നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ചിത്രമാണ് ബാൾട്ടി. ഈ ചിത്രത്തിന്റെ ഓഡിറ്റ് റൈറ്റ്സ് നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിത്രം നവംബർ മാസം റിലീസിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു തമിഴ് മൂവിയാണ്. ബൈസൺ കാലമാടൻ, ധ്രുവ് വിക്രം പശുപതി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മാരി ശെൽവരാജ് രചനയും സംവിധാനവും നിർവഹിച്ചൊരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ബൈസൺ കാലമാടൻ. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നവംബർ 21 റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് മൂവിയാണ് ഡ്യൂട്ട്. ഒരു റൊമാൻറ്റിക് കോമഡി ചിത്രമാണ് ഡ്യൂട്ട്. കീർത്തീശ്വരൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ പ്രദീപ് രംഗനാഥൻ, മമിത ബൈജു എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്നു. നെറ്റ്ഫ്ലിക്സ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. നവംബർ 14 ഈ മൂവി OTT റിലീസ് ചെയ്യും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് ഏകാഗി. ആശിഷ് ചഞ്ചലാനി സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഹൊറർ സീരീസ് ആണ് ഏകാഗി. ഈ സീരീസ് യൂട്യൂബിലൂടെ നവംബർ 27 മുതൽ ലഭ്യമാകും. അടുത്തൊരു ചൈനീസ് സീരീസ് ആണ് ഹാഡ് നോട്ട് സീൻ ദ സൺ. ഒരു മിസ്റ്ററി റൊമാൻസ് വിത്ത് ഡ്രാമ ക്രൈം ആൻഡ് ത്രില്ലർ മൂവിയാണ് ഹാഡ് ഐ നോട്ട് സീൻ ദ സൺ. 2 ഭാഗങ്ങളായിട്ടാണ് ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ റിലീസ് ചെയ്യുന്നത്. ഫസ്റ്റ് പാർട്ട് നവംബർ 13 സെക്കൻഡ് പാർട്ട് ഡിസംബർ 11 ഈ സീരീസ് റിലീസ് ചെയ്യുന്നത്. അടുത്തൊരു മലയാളം മൂവിയാണ് ഡൊമിനിക്. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗൗതം മേനോൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി കോമഡി ത്രില്ലർ മൂവിയാണ് ഡൊമിനിക്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഇതിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. പുതിയ റൂമർ പ്രകാരം നവംബർ മാസമായിരിക്കും ഇതിന്റെ OTT റിലീസ്. അടുത്തതൊരു മലയാളം മൂവിയാണ് വള. ധ്യാൻ ശ്രീനിവാസൻ, ലുക്മാൻ, വിജയരാഘവൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഹർഷാദ് രചനയും ഒഹഷിൻ സംവിധാനവും ചെയ്ത ഒരു കോമഡി മൂവിയാണ് വള. സൈന പ്ലേ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഇന്ന് രാത്രി 10 മണിക്ക് ശേഷം ഈ മൂവി OTT റിലീസ് ചെയ്യും.